ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ നേപ്പാളി സ്റ്റൈൽ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ്, ചിക്കൻ, അതുപോലെ സാഗ്, പിന്നെ മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, ജീരകം, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലധികം മസാലയൊന്നുമില്ല. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നല്ല ബസ്മതി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പം നേരെ നമ്മളിതാ ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് ജീരകം ഇട്ടതിന് ശേഷം സവോള നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1.5 സവോളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്പൈസി വേണ്ട ആൾക്കാർക്ക് അതിനനുസരിച്ച് കൂട്ടിയിടാം. ഞാൻ ഇവിടെ ഒരു 10 ഇടുന്നോളത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇതിലാകെ ഉപയോഗിക്കുന്ന ഒരു പൊടി എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, വേറൊരു പൊടി ഇതിലേക്ക് ആവശ്യമില്ല. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അതിലേക്ക്, ഫ്രഷ് ചിക്കൻ 1 കിലോയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുന്നു. അതിന് ശേഷം കുറച്ചല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഓക്കെ, നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് മുന്നേ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അല്പം തിളച്ച വെള്ളവും കൂടി. അപ്പോൾ ഇതൊന്ന് മുങ്ങാൻ കണക്കിന് മാത്രം വെള്ളം മതി. ഇത് നന്നായി വീണ്ടും ഒരു 20 മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പം നോക്കാലോ, ഏകദേശം തിളയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊന്ന് വെന്തോന്നൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി ആവശ്യമുണ്ട്. ഫൈനലി നമ്മളൊരു അരമണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. സാധനം നല്ല റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് ഇതിലേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ച സാഗ് ഉണ്ടല്ലോ, ഇതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധനമാണ് ഇത്. എല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 ബണ്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധനം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അല്പം ശേഷം കണ്ടോ ഇതൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ. മല്ലിച്ചപ്പും ഇതിലേക്ക് ഇട്ട് നമുക്ക് ഈ സാധനം സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.